നമസ്കാരം. ഒരാൾ യാത്ര ചെയ്യേണ്ട വഴികൾ കാലം കരുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പോകുന്ന യാത്രയിൽ ഓരോ കോണിലും തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാണ് യഥാർത്ഥ പ്രതിഭ. നമ്മുടെ വനിതാ പ്രതിഭകളുടെ ഈ തട്ടകം ഇവിടെ തുറന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ചുങ്ക ജ്വല്ലറി റെഡ് കാർപ്പറ്റ്. ഇന്ന് എന്റെ കൂടെയുള്ള അതിഥിയും നമുക്ക് അങ്ങനെ പറയാം. യാത്രയിൽ ഓരോ കോണിലും തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്നൊരു സംവിധായകനും കൂടിയായി മാറിയിരിക്കുന്ന നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള നാദർഷിക. നാദർഷിക, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ദേ മാവേലി കൊമ്പത്തിലെ ആ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഇന്നസെന്റ് സർ ചെയ്തതും ജഗതി സർ ചെയ്തതും, അവരിലേക്ക് അത് പ്ലേസ് ആവാൻ എന്തെങ്കിലും പ്രത്യേകം റീസൺ ഉണ്ടായിരുന്നോ, അതെയോ അങ്ങനെ വെറുതെ നിങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നോ? ഈ ശബ്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിയും ദിലീപും ഞാനും മാത്രമേ ഉള്ളൂ ആ കാസറിൽ ഓണത്തിനടുക്ക് മുട്ടുവെച്ചിടം. അപ്പോൾ അതിൽ മാവേലിയുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് പല ശബ്ദങ്ങളും പരീക്ഷിച്ചു. അഭിക്ക് അറിയാവുന്ന താരങ്ങളെ അഭി പരീക്ഷിച്ചു. മാമുക്കയുടെ ശബ്ദത്തിൽ ഡയലോഗ്സ് പറഞ്ഞു നോക്കുന്നു, ജനാർദ്ദൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു നോക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ദിലീപ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ദിലീപിന് അറിയാവുന്ന ശബ്ദം ഇന്നസെൻ്റ് ഏട്ടൻ്റെ ശബ്ദത്തിൽ ദിലീപ് ഈ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് ഇന്നസെൻ്റ് ഏട്ടൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിക്കും തോന്നി, എനിക്കും തോന്നി ഇതാണ് മാവേലിയുടെ ശബ്ദം കറക്റ്റ്. പിന്നെ അത് മാത്രമല്ല, അന്ന് വളരെ ദിലീപിനേക്കാളൊക്കെ ഒത്തിരി മേളിൽ ഉയർന്നു നിൽക്കുന്ന അഭിയുടെ ഈഗോ ഇല്ലായ്മയും കൂടി ആണ് ഈ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ശബ്ദം ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിന് അവസരം നൽകിയത്. അതിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ജഗതി ചേട്ടൻ്റെ ശബ്ദം ആയിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിരുന്നത്. അത് ദിലീപായിരുന്നു ചെയ്തത്. അപ്പോൾ ദിലീപ് തന്നെ ജഗതി ചേട്ടന്റെ ശബ്ദവും ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദവും ചെയ്തു, രണ്ടും ചെയ്തു. ആൻഡ് ഒരു ഷോ ഡയറക്ടറാണ് നാദർഷിക്ക്. ഒരു ഗംഭീരമായിട്ട് ഒരു ഷോ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഷോയിലൊക്കെ ആങ്കേഴ്സിനൊക്കെ പഠിപ്പിക്കുന്നതും അവരുടെ ഇങ്ങനെ വേണം അത് വേണം എല്ലാം പറഞ്ഞു കൊടുക്കുന്ന നാദർഷിക തന്നെയായിരിക്കും? അങ്ങനെയല്ല, നമ്മളൊരു ഔട്ട്ലൈൻ മാത്രമേ പറയുള്ളൂ. കാരണം പെർഫോം ചെയ്യാൻ നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യത്തിനാണ് ദേഷ്യപ്പെടും. സ്റ്റേജിൽ ഷോ തുടങ്ങി കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് പോലെയല്ല. അതായത് വെടിക്കെട്ടിന് തീ കൊടുത്തേ പോലെ ഇങ്ങനെ പടപടപടപടപടയെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ ഒരാളെ റെഡിയാക്കി പാട്ട് പാടാൻ വേണ്ടിയിട്ട് അടുത്ത സോങ് നിങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെഡിയാക്കി നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് ഈ സിംഗർ അയ്യോ ഞാൻ ബുക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് എടുക്കാൻ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഭ്രാന്ത് കയറും. ഈ നിങ്ങളുടെ പണ്ടത്തെ മിമിക്രി അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേജ് ഷോസ് കൂടുതലും ഉത്സവ പറമ്പിലും അല്ലെങ്കിൽ അങ്ങനത്തെ പള്ളി പെരുന്നാൾ ഷോയിലൊക്കെ ഉത്സവ പറമ്പിൽ നിന്നും പള്ളി പറമ്പുകളിൽ നിന്നാണ് നമ്മൾ ആയത്. അപ്പൊ ആ സമയത്ത് ഈ സംഘാടകരുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തം, രസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? രസകരമൊന്നുമല്ല, സംഘാടകരായിട്ട് ഗുസ്തി എന്ന് പറയുന്നത് സ്ഥിരം പരിപാടിയായിരുന്നു. പ്രോഗ്രാമിന് മുമ്പ് കാശ് ചോദിക്കുമല്ലോ, നമ്മള് ചോദിക്കും. അല്ലെങ്കിൽ പരിപാടി കഴിയുമ്പോൾ ചിലപ്പോ അന്ന് നമ്മൾ 5000 രൂപക്കും 10,000 രൂപക്കൊക്കെ ഷോയ്ക്ക് പോണത്. നമ്മൾ ഈ വണ്ടിയൊക്കെ വിളിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ 10,000 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഷോ കഴിയുമ്പോൾ ഇവർ പറയും അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് കാശ് കൊടുക്കും. അപ്പൊ ആദ്യം തന്നെ ഇത് പൈസ വാങ്ങിക്കാൻ അതിനൊരു ഗുസ്തിയുണ്ട് ഞങ്ങൾ. പക്ഷെ കർട്ടൻ കെട്ടാനും സ്പീക്കർ നോക്കാനൊക്കെ എല്ലാ ജോലികളും നമ്മൾ തന്നെയാണ്. അതായത് വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അകത്തുനിന്ന് സ്പീക്കർ ഇറക്കണം, അതിനകത്ത് തന്നെ കർട്ടൻ കൊണ്ടുവന്ന് കർട്ടൻ സ്റ്റേജിന്റെ ബാക്കിൽ കർട്ടൻ വലിച്ചു കെട്ടണം, എല്ലാ ജോലികളും ചെയ്യണം. ഈ പരിപാടി കഴിയുമ്പോൾ ഇതൊക്കെ അഴിച്ച് കയറ്റി വണ്ടിയിൽ കയറ്റി ഇതെല്ലാ ജോലിയും ഇത്രയും പേര് തന്നെ ചെയ്യണം. പിന്നെ എപ്പോഴെങ്കിലും ഒരുപാട് ലേറ്റ് ആയ വഴിയിൽ ഉറങ്ങേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്, വീട്ടിൽ പോകാൻ പറ്റാതെ. നോർത്ത് ഇന്ത്യൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകില്ലേ, അന്ന് നമ്മള് വണ്ടിയുടെ അകത്തൊരു മാറ്റഡോർ ടെമ്പോയിലാണ് പോകുന്നത്. അന്ന് ഞങ്ങൾക്ക് വണ്ടിയുടെ അകത്ത് ഭയങ്കര ചൂടായിരിക്കും, വെയിൽ, AC ഉള്ള വണ്ടിയൊന്നും ഇല്ല. ഈ മിമിക്സ് പരേഡിന് ആൺപിള്ളേർ മാത്രമല്ലേ ഉള്ളൂ, പെൺകുട്ടികളില്ല വണ്ടിയുടെ അകത്തില്ല. അതിന്റെ പേരിൽ ഞങ്ങള് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചേക്കും ഈ വണ്ടിയുടെ അകത്ത്. എന്നിട്ട് തോർത്ത് മുക്കിയിട്ട് ഈ തോർത്ത് നനച്ചിട്ട് ഷർട്ടൊന്നും ഇടൂല, ഒറ്റണത്തിന് ഷർട്ട് ഉണ്ടാവില്ല. ഈ തോർത്ത് നനച്ചിട്ട് ദേഹത്തേക്ക് വിരിക്കും. ഈ ചൂട് കൊണ്ട് ഇത് ഉണങ്ങി കരിഞ്ഞ് മറ്റേ വടി പോലെയാവും തോർത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് വല്ല പുഴയുടെ അരിയത്ത് നിർത്തി കുളിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി കയറും. റൂം എടുക്കൽ പരിപാടിയൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു യാത്ര രസകരമായിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ എല്ലാം ഒരു രസമൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പൊ എവിടെ കിടന്നുറങ്ങാനും ഏത് വണ്ടിയിൽ യാത്ര ചെയ്യാനും ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും പഠിപ്പിച്ചതാണതൊക്കെ.
வெண்ணிலவும் பொன்னி நதியும் கண்ணியின் துணையின்றி என்ன சுகம் இங்கு படைக்கும் பெண்மையின் சுகமன்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சிந்தி வரும் பொங்கும் அமுதம் தங்கிடும் குமுதமும் கன்னிமகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசைக்கும் விழியினில் மொழியினில் நடையினில் உடையினில் அதிசய சுகம் தரும் வணங்கிவள் பிறப்பிதுதான். ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. അപ്പൊ നമ്മുടെ പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് അവരുടെ ഒരു ചെറിയൊരു AV കാണാം. ഓക്കെ. തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ പള്ളിത്തോടിയേ വെള്ളില വള്ളികൾ തുള്ളും കുളിർപ്പടവിൽ. ഇത് അനന്യമോൾ. സ്വാഭാവിക ചലനങ്ങളും പെരുമാറ്റ രീതികളുമെല്ലാം ജന്മനാ നഷ്ടമായിട്ടും വരമായി ലഭിച്ച സംഗീതത്തെ മനസ്സിനുള്ളിൽ കുടിയിരുത്തി ജീവിതം സംഗീതമയമാക്കിയ അപൂർവ പ്രതിഭ. ശാസ്ത്രീയമായി പഠിക്കാതെ മധുരമായി പാടിയും മനസ്സിൽ സ്വയമുറപ്പിച്ച സ്വരസ്ഥാനങ്ങളിലൂടെ വിരലുകൾ ഓടിച്ച് കീബോർഡിൽ പ്രിയ ഗാനങ്ങൾ വായിച്ചും അത്ഭുതമായി മാറുന്ന കൊല്ലം സ്വദേശിനി. അവൾ തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ട് എബിലിറ്റിയാണ്. അവൾ ചിന്തിക്കുന്നത് വേറെ, സാധാരണ മനുഷ്യരെ പോലല്ല. അവളുടെ ചിന്താഗതി വേറെയാണ്, അവളുടെ ലോകം വേറെയാണ്. സംസാരിക്കാൻ ഇപ്പോഴും അറിയില്ല. എന്നിരുന്നാലും അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫറെൻ്റായ എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് മോളുടെ പേരിലാണ് ഇപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്നത്. അനന്യയുടെ പാരൻസ് എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ല, ഭയങ്കര പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അധികം ആരുമായിട്ട് അങ്ങനെ വലിയ മിംഗ്ലിംഗ് ഒന്നുമില്ല. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അനന്യയെ പാട്ട് പഠിപ്പിച്ചതിലൂടെ കിട്ടിയത്. ഒരു സംഗതി ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് പിക്ക് ചെയ്യും. ഒരു അധ്യാപിക എന്നൊരു നിലയ്ക്ക് അവളോട് ഇരിക്കാൻ പറ്റില്ല, ശരിക്കും അവളോട് ഒരു കൂട്ടുകാരിയെ പോലെ വേണം ക്ലാസ്സിലിരിക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത്. ഒരു യഥാർത്ഥ പ്രതിഭയ്ക്ക് മുന്നിൽ വിധിമനയുന്ന പരിമിതികൾ നിഷ്പ്രഭമാകുമെന്ന് തെളിയിച്ച വിസ്മയ പ്രതിഭ അനന്യമോൾക്ക് റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. സോ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ. അനന്യയ്ക്കും അനന്യയുടെ അമ്മയ്ക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പോട്ടി മെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി. സോ അനന്യയുടെ വിശേഷങ്ങൾ പറയൂ. അനന്യ എന്തൊക്കെയാണ് വീട്ടിലെ ആക്ടിവിറ്റീസും ഒക്കെ? ഫുൾ ടൈം പാട്ടാണെന്ന് മനസ്സിലായി. പാട്ടാണ്. അതെ. പിന്നെ കീബോർഡ് വായിക്കും. ഇപ്പോ ഫേസ്ബുക്കില് 1 മില്യൺ ഞാൻ കണ്ടു, ആ വീഡിയോ കണ്ടാണ്. കറക്റ്റ് ടൈമിങ്ങിന് അവള് ഒന്നും നോക്കുന്ന, അവൾക്ക് വളരെ റിലാക്സ്ഡ് ആണ്. അതിനെപ്പറ്റി ബോധേടല്ല. കറക്റ്റ്. അമ്മ എപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ പാട്ടാണ് മോൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്? അത് 2.5 വയസ്സായപ്പോഴാണ് അവള് സംസാരിക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ കാർട്ടൂൺ അതിന്റെ ഇത് കേട്ടിട്ട് താളം പിടിക്കും. പക്ഷെ അതും അപ്പോഴത് പാടുമായിരുന്നു. കാർട്ടൂൺ പാട്ടുകളൊക്കെ പാടും. വേറെ സംസാര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കേട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം ഫിലിം സോങ്സിലോട്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കരോക്കെ ഇട്ട് കൊടുത്തപ്പം അതുമായിട്ട്. കീബോർഡ് അവള് തന്നെ പഠിച്ചതാണ്. കീബോർഡ് തന്നെ പഠിച്ചതാണ്. അത് ഞങ്ങള് ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് ടാബ്ലറ്റിനകത്ത് കീബോർഡിന്റെ ആപ്പ് ആക്കി കൊടുത്തിരുന്നു. അപ്പൊ അതിൽ ആദ്യം വായിച്ചത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആണ്. പിന്നീട് നേരിട്ട് പാട്ട് വായിക്കാൻ തുടങ്ങി. നേരിട്ട് പാട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ ഒരു സാറിനെ വെച്ചിരുന്നു പഠിപ്പിക്കാനായിട്ട്. പക്ഷെ അവള് ബേസിക്സ് ഒന്നും അവള് പഠിക്കത്തില്ല, നേരിട്ട് പാട്ട് വായിച്ചു കേൾപ്പിച്ച സാറിന്. അപാരമായിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ള ഒരു കുട്ടിയാണ്. അതാണ് അത് തന്നെയാണ് എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഒത്തിരി ഉണ്ട് മോൾക്ക്.
അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഈ പരിമിതികൾ നിന്നുകൊണ്ട് ഇത്രയും ഒന്നും ഒരു ഉയർച്ചയിലെത്താൻ സാധിക്കില്ല. അപ്പൊ അത് ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ആരാ കൂടെ വന്നിരിക്കുന്നത്? ആരാണ്? അച്ഛനും ഉണ്ട്, അനിയനും ഉണ്ട്. അച്ഛനും അനിയനൊക്കെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. പേരെന്താ ചേട്ടന്റെ? എൻ്റെ ഒരു ബിജേഷ്. വിജേഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിലാണ്. 20 വർഷം സർവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം റിട്ടയർ ആയി വന്നിരിക്കുകയാണ്. അത് ശരി. ഇപ്പം മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അതെ, ഭയങ്കര സ്മൈലി ഫേസ് ആണ് എപ്പോഴും ചേട്ടൻ അല്ലേ? മോളുടെ പാട്ടും കീബോർഡ് പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് നിറയുന്നുണ്ടല്ലേ? അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഈ 1 million ആയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതൊക്കെ അച്ഛൻ ആയിരിക്കുമല്ലോ. അതിന്റെ കമന്റ്സ് ഒക്കെ വായിക്കുന്നത് ആരാ? അമ്മയാണോ അച്ഛനാണോ? ഞാൻ തന്നെയാണ്. ആണല്ലേ? ഞാൻ തന്നെ നോക്കാറുള്ളത്. അത് ശരി. അനിയൻ എന്ത് ചെയ്യണു? അനിയന്റെ പേര് പറയൂ. എൻ്റെ പേര് ആരോൺ. ആരോൺ. ഞാൻ ഓക്കെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ല് പഠിക്കുന്നു. പാടുവോ? തബല വായിക്കും. തബല വായിക്കും. ആ, ശരി. അത് ശരി. അതാണ്. അപ്പൊ സംഭവം ഒരു കലാകുടുംബമാണ്. വേറെ എന്തൊക്കെ ചെയ്യും മോൻ? ഞാൻ ചേച്ചിയുടെ പാട്ടിന് വായിച്ചിട്ടുണ്ട് ഓർക്കസ്ട്ര ടീമിൽ. ചേച്ചിയുടെ പാട്ടിൽ ഓർക്കസ്ട്ര വായിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ മോളുടെ അതായത് പ്രാക്ടീസിങ് സെക്ഷൻ ഒക്കെ ചേച്ചി കൂടെ തന്നെ നിന്ന് ചെയ്യിപ്പിക്കുന്നതാണോ അതേ തനിയെ ചെയ്യോ? അവള് പാട്ടൊക്കെ തനിയെ പുള്ളിക്കാരെ ഡൗൺലോഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. ആ അത് ശരി. ഡൗൺലോഡ് ചെയ്തെല്ലാം എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. പാട്ടിന്റെ കാര്യങ്ങളും എല്ലാം ഓക്കെ. ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കും. ലിറിക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. ഓക്കെ. മലയാളം അത്രയ്ക്ക് അറിയില്ല. പറ്റില്ല. അപ്പൊ ഇംഗ്ലീഷിൽ ലിറിക്സ് വായിച്ചിട്ട് അത് പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കോ? ഇപ്പൊ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് മാത്രം. ശരിയാവത്, ധൈര്യമായിട്ടിരിക്കും. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇന്ന് എന്താണ് മോള് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് പാട്ട് പാടുന്നുണ്ട്, കീബോർഡ് വായിക്കുന്നുണ്ട്. കീബോർഡ് വായിക്കുന്നുണ്ട്. രണ്ടും ഉണ്ട്. അപ്പോ 2 പെർഫോമൻസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്, പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് അല്ലേ? അതെ. സോ അനന്യക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക്
അനന്യക്കുട്ടി ഗുഡ് ഗേൾ ആയിട്ട് പാടി, ഗുഡ് ഗേൾ. നല്ല പാട്ടായിരുന്നു അന്യ. ഇഷ്ടപ്പെട്ടു. ഇതാ താങ്ക് യു. അടുത്ത നമുക്ക് അന്ന് കീബോർഡ്, അതെ, അതെ. മോള് കീബോർഡ് വായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് കിടക്കാം അല്ലേ? മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പൊട്ടി മെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ പൊണ്ണും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ. നീയറിയാതെ നിന്നെ കാണാൻ മാലാഖയായി നാരെ വന്നു. നീ ഉറങ്ങുമ്പോൾ നിൻ കൈ മുത്തി മാണിക്കച്ചെമ്പഴുക്ക തന്നു. സ്നേഹത്തിൻ മുന്തിരിത്തിൻ കിണ്ണം കാണിക്കയായി വച്ചതാരോ. സ്നേഹത്തിൻ മുന്തിരിത്തിൻ കിണ്ണം കാണിക്കയായി വച്ചതാരോ. ഈ മണ്ണിലും ആ വെണ്ണിലും എന്നോമൽ കുഞ്ഞിന്നാരെ കൂട്ടായി വന്നു. പൊണ്ണും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ. രാരീ രാരീരം രാരോ രാരീ രാരീരം രാരോ. രാരീ രാരീരം രാരോ. ഗംഭീരമായിട്ടുള്ള രണ്ട് പാട്ട് നമ്മൾ കേട്ടു. സോ ഞങ്ങളെല്ലാരും ഹാപ്പിയാ അല്ലെ നാദർഷുക? തീർച്ചയായിട്ടും നല്ല താളബോധം ഉണ്ട്. ആ പാട്ടിന്റെ ഏത് ബീറ്റിൽ നിന്ന് അതിന്റെ പല്ലവി തുടങ്ങണം, ഏത് ബീറ്റിൽ നിന്ന് അതിന്റെ ചരണം തുടങ്ങണം എന്നൊക്കെ കൃത്യമായിട്ട് അവൾക്കറിയാം. അതെ, അതിനുള്ള സെൻസ് ദൈവം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഉയരങ്ങളും ഇനിയും ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അത്ഭുതങ്ങൾ കാണിക്കണം അന്യനെ കുട്ടി. അത്ഭുതങ്ങൾ കാണിക്കും, ഉറപ്പാ. സോ നാദർഷുക വരൂ, നമുക്ക് ആ മൊമെന്റോ പ്രസന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അനന്യക്കുട്ടിയുടെ രണ്ട് പാട്ട് നമ്മൾ കേട്ടു.
പുതിയ പ്രതിഭകൾക്കും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ചേച്ചി ഹാപ്പി അല്ലേ? ഓക്കെ, സോ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. ഇത് മോശം സിനിമ എന്ന് ആരും പറയൂല എന്നുള്ളൊരു ധാരണയിൽ മേക്ക് ചെയ്തതാണ്. സ്പെഷ്യലി ആ തേപ്പുകാരിയുടെ ക്യാരക്ടറൊക്കെ എന്ത് എനിക്ക് ഭംഗി. അത് മാത്രം അബദ്ധം പറ്റിയ വേള്, ബാക്കി എല്ലാം ഒക്കെ ആയിരുന്നു. ഗണപതി ഭഗവാൻ വരമരുളേണം വച്ച വിളക്കിനെ. കാലത്തിനൊപ്പം യാത്ര തുടരാനാകാതെ ഉഴലുന്ന നോക്കുവിദ്യാ പാവകളിയിൽ പ്രതിഭ തെളിയിച്ച പെൺകരുത്ത്. ചാടിയോടി അടിക്കയും അടി കൂടെയങ്ങു തടുക്കയും. Costume courtesy for Swastika. Celery by Abhilash Chiku.